ജമ്മു കാശ്മീരിൽ നിന്നും 2800 പേരാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ 90 പേർക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ലഭിച്ചവർ. അങ്ങനെ ഇന്ത്യ രാജ്യത്തകത്തുള്ളവരെയും പുറത്തുള്ള ഭീകരവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും വേട്ടയാടുകയല്ലേ? അങ്ങനെ വേട്ടയാടി ഇതിനൊരു അവസാനം കുറിക്കുമോ ഇന്ത്യ? തീർച്ചയായിട്ടും ഇത് കുറിക്കുമെന്നുള്ളത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇനിയിപ്പം അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ഈ ഭീകരവാദികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശരിക്കും അവരെ പിടിക്കും, ചോദ്യം ചെയ്യും, തെളിവുകൾ കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെയുള്ള ഭീകരവേട്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നാട്ടുകാരുടെ കൂടി പിന്തുണയോടുകൂടിയും അവരുടെ വിശ്വാസം ആർജിച്ചും ടേക്കിംഗ് ദം ഇൻ ടു കോൺഫിഡൻസ്, ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് പട്ടാളമുണ്ട്, CRPF ഉണ്ട്, അതുപോലെ തന്നെ സൈന്യം, പോലീസ്, സ്റ്റേറ്റ് പോലീസ്, അതുപോലെ രഹസ്യാന്വേഷണ ഏജൻസികൾ, രണ്ട് വിഭാഗങ്ങളുടെയും, അതായത് കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും എന്നിവയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പിന്നെ പല സാങ്കേതിക നൂതന ഉപകരണങ്ങളും ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കപ്പെട്ട 2800 പേരാണ് ഉള്ളത്. ആ 2800 പേരെ എല്ലാം ഒന്നും കൂടുതലായിട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് പിടിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇതിൽ ഒരു 90 പേര് ചോദ്യം ചെയ്യലിൽ ശക്തമായിട്ടുള്ള തെളിവുകളും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എവിഡൻസ്, എന്തായാലും ആ കണക്ക് ഞെട്ടിക്കുന്നതല്ലേ? ഈ 90 എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് ഭീകരവാദികളെ ഇത്രയധികം പേർ സപ്പോർട്ട് ചെയ്യുകയാണ്. UAPA അവിടെ പണ്ടും ഉണ്ടായിരുന്നല്ലോ, നേരത്തെയും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളെല്ലാം ശുദ്ധരാണ്, ഇങ്ങനെ ഭീകരവാദത്തെ പിന്തുണയ്ക്കില്ലെന്നാണ് പറയുന്നത്. ശുദ്ധരായതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. ശുദ്ധരായതുകൊണ്ടാണ്. അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ലേ ചില ആൾക്കാരെ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊല്ലണം. നിങ്ങൾ ഒരു കാഫിറിനെ കൊന്നാൽ, കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസിയല്ലാത്ത ആൾ, അല്ലെങ്കിൽ ഒരു ബഹുദൈവ ആരാധനയുള്ള ആൾ, ഇവരെയൊക്കെയാണ് കാഫിർ. അവർ ജീവിക്കാൻ അർഹരല്ല, അവരെ കൊല്ലണം എന്ന് ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നത്. പഠിപ്പിച്ചാണ് ഇവരെ വിടുന്നത്. അപ്പോൾ ഇതാണ് ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദൗത്യം അതാണ്, അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറയുന്നത് ആ അന്ധവിശ്വാസം, മിത്തുകളെക്കാൾ അല്പം ഇത് വലിയൊരു അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസം അങ്ങ് ഉൾക്കൊണ്ടിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള വിചാരം കൊണ്ട് ഈ ശുദ്ധഗതിക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർ ചതിക്കപ്പെടുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഇവരെ അവിടെ കൊണ്ടുപോയി IS ട്രെയിൻ ചെയ്യുന്നു, തോക്കെടുത്ത് കൊടുക്കുന്നു, ഇതാ ഇന്ന സ്ഥലത്ത് പോകും, എല്ലാം റൂട്ട് മാപ്പും എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അവിടെ പോയി ഇത് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമായിട്ടാണ് അവർ കരുതുന്നത്. ഓർക്കുക, ഇതൊരു പുണ്യകർമ്മമായിട്ടാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. പുണ്യകർമ്മമായിട്ട്. ഇതൊരു പാപകർമ്മമാണെന്നുള്ളതാണ് വാസ്തവത്തിൽ സത്യം. പാപകർമ്മമാണെന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് സത്യമെങ്കിൽ. അല്ല, അങ്ങനെ പറയുമ്പോഴും അവിടെ ഒരു പ്രാദേശികമായി മത നേതാക്കളില്ലേ? അപ്പോൾ അവരുടെ നിലപാട് എന്തായിരിക്കും? പ്രാദേശികമായിട്ടുള്ള നിലപാടുകൾ ഇതിനിപ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് ഉള്ളിലുള്ള ആൾക്കാർ പോലും മിണ്ടില്ല. അതാണ് കാരണം. അതിനെതിരായിട്ട്, ഈ ഹദീസിനെതിരായിട്ട്, ഈ പറഞ്ഞിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിട്ട് ആര് സംസാരിച്ചാലും മതത്തിനുള്ളിലായാലും അവരെ കൊന്നുകളയുക എന്നുള്ളതാണ് ആ മതത്തിൻ്റെ രീതിശാസ്ത്രവും തത്വശാസ്ത്രവും. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആ മതത്തെ വ്യത്യസ്തമാക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും. അത് ഒറ്റപ്പെട്ടു പോകും. ഭ്രഷ്ട് കൽപ്പിക്കുക മാത്രമല്ല, കൊല്ലുകയും ചെയ്യും. അതാണല്ലോ ഈ ജിഹാദിസം എന്ന് പറയുന്നത് തന്നെ. അതാണല്ലോ ആ ജിഹാദിസം. അതിനെ ഭയക്കുന്ന ആൾക്കാരാണ് ഏകശിലാരും. നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അഭിപ്രായം പറയുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൈനയിലെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ? പട്ടാളത്തിനെ കുറ്റം പറയും. പട്ടാളത്തിനെ കളിയാക്കുക വരെ ചെയ്തു കോൺഗ്രസ് നേതാവ്, നമ്മുടെ എയർഫോഴ്സിനെ. എന്നിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഇവിടെ? പാവൻ ഷാജൻ മാർട്ടിനെ കൊണ്ടുപോയി എന്താ അഴിമതി ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചതിന് അദ്ദേഹത്തിന് ഉടിതോണി പോലും ഇല്ലാതെ, ധരിച്ചിരുന്ന വസ്ത്രം പോലും ധരിക്കാൻ അനുവദിക്കാതെ അർത്ഥനഗ്നനായിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി രാജ്യമാണ്. അത് കേരളത്തിൽ നടക്കുന്ന, അത് ചൈനയിലെ രീതിയാണത്, ഇന്ത്യയിലെ രീതി അല്ലത്. ആരെല്ലാം എന്തെല്ലാം അഭിപ്രായങ്ങൾ മോദിക്കെതിരായിട്ട് പറയുന്നത് ദിവസവും എത്ര കണക്കിന്. ഈ പിണറായി വിജയൻ തന്നെ എന്തെല്ലാം അഭിപ്രായങ്ങൾ മോശമായിട്ട് പറയുന്നു. പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അദ്ദേഹത്തിന്? ചൈനയിലാണെങ്കിൽ അത് നടക്കും എന്ന് പറയുന്ന പോലെ ഈ മതത്തിനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അപ്പോൾ പുറത്തായാലും അകത്തായാലും അവന് ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ പേടിയുണ്ട്. അതോടെ ജീവനിൽ പേടിയുള്ളവരാണ് ഭൂരിപക്ഷവും എന്നുള്ള ആ ദൗർബല്യം ഉപയോഗിച്ചുകൊണ്ട് ആണ് നടക്കുന്നത്.
ചാവുന്നെങ്കിൽ ചാവട്ടെ, ഞാനിത് പറയും എന്നുള്ള തൻ്റെ ഇടമുള്ള ഫാരിസിനെ ഉള്ള ആരിഫിനെ പോലുള്ള ചില ആൾക്കാരുണ്ട്, ഹുസൈൻ ഹാരിഫ് അല്ലേ, അങ്ങനെ ചില ആൾക്കാരുണ്ട്. വെല്ലുവിളിച്ചുകൊണ്ട് ഇതിനെ ഓരോന്നിനെയും ചോദ്യം ചെയ്യുന്നു. ആർക്കെങ്കിലും എതിർത്ത് എന്തെങ്കിലും യുക്തിപരമായിട്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം ഇത് മുന്നോട്ട് വരുന്നുണ്ട്. രാമസിംഹൻ എന്ന് പറയുന്ന എക്സ് മുസ്ലിം, ഇവരൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാനൊറ്റ ആളുമില്ല. അതുപോലെ തന്നെ ഹമീദ് ചേന്ദബംഗലൂർ ഇത് ചൂണ്ടിക്കാട്ടിക്കൊട്ടേയിരിക്കുന്നു. എതിർത്തോ കോണ്ടസ്റ്റ് ചെയ്തോ ആർക്കും ഒന്നും സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ മുന്നോട്ട് അവർ പോകുന്നുണ്ട്. അവർ ധൈര്യം, അവർക്ക് മരിക്കാൻ പേടിയില്ലാത്തതുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും ജീവനിൽ ഭയമുള്ളതുകൊണ്ട് മിണ്ടാതെ അച്ചടക്കമുള്ള ആട്ടിൻകുട്ടികളായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസവും ഈ തീവ്രവാദവും തമ്മിൽ ബന്ധമുണ്ട്. ഇതൊരു മത ഭീകരവാദം തന്നെ ആയിരുന്നു, സംശയമൊന്നുമില്ല. അതിന് വളം കൊടുക്കുന്നതും ഇന്ധനം കൊടുക്കുന്നതും എല്ലാം മതം തന്നെയാണ്. അത് മാറ്റാൻ കഴിയുന്ന അത് സൈന്യമോ പട്ടാളമോ മനുഷ്യരോ അല്ല, ആ മതത്തിൽപ്പെട്ട വിശ്വാസികൾ തന്നെയാണ്. ഇത് അന്ധവിശ്വാസമാണെന്ന് പറയാനുള്ള ആർജവും ധൈര്യവും അവരുണ്ടാക്കത്തിടത്തോളം ഇത് ലോകമെമ്പാടും ഇങ്ങനെ പടർന്ന് വീശിയടിച്ചുകൊണ്ടിരിക്കും. ഇത് നോക്കൂ, നമ്മുടെ ഇസ്ലാം മതത്തിൽ ഒരു റിഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പുനരുത്ഥാനം എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. കാത്തലിക് മതത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം. അങ്ങനെയാണല്ലോ ഈ പ്രൊട്ടസ്റ്റൻ്റ് മതമൊക്കെ അവർ വഹിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ ഏതെല്ലാം ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ പരിഷ്കാര ശ്രമങ്ങളായിരുന്നു ഹിന്ദു മതത്തിൽ പരിഷ്കാര പ്രസ്ഥാനം. കാരണം ബ്രാഹ്മണ മേധാവിത്വത്തിൽ നിന്നും പാവപ്പെട്ട ആൾക്കാർ, ശൂദ്രന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണത്, ഭക്തി പ്രസ്ഥാനമാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനൊക്കെ അതിൻ്റെ പ്രോഡക്റ്റുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിധാതാക്കളാണ്. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റിഫർമേഷൻ എന്തെങ്കിലും വന്നിട്ടുള്ളതായിട്ട് ചരിത്രമുണ്ടോ? ഉണ്ടോ? ഇല്ല, മാറ്റാൻ പറ്റുകയില്ല. മാറ്റാൻ പറ്റാത്ത ശിലാരൂപികളായിട്ടുള്ള ഏകശിലാ ശാസനങ്ങളാണ് മതത്തിലുള്ളത്. അതിൽ നിന്ന് കടുകിട മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു മതനിന്ദയായിട്ട് കണക്കാക്കപ്പെടും, പരിഷ്കാരമായിട്ടല്ല കണക്കാക്കപ്പെടും. അതാണ് വ്യത്യാസം. മറ്റു മതങ്ങൾ ഇതിനെ പരിഷ്കാരങ്ങൾ, മതപരിഷ്കരണങ്ങൾ, നവോത്ഥാനം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു. ഇവിടെ ഒരു നവോത്ഥാനമില്ല. അതിലുള്ളവർ കാണുന്നത് ഈ സാർ പറഞ്ഞത് മുൻപുള്ള ആ ആശയങ്ങൾ മുഴുവൻ ശരിയെന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ശരിയാരും തിരുത്താൻ പോകില്ലല്ലോ. ശരിയാണെന്നാണ് കരുതുന്നത്. ഇത് തെറ്റാണ് എന്നറിയാവുന്നവരുണ്ട്. പലരും പേടിച്ചിരിക്കുകയാണ്. അന്ധകാരം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്, കാളിമ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണത് ഏറ്റവും വലിയ കുഴപ്പമായിട്ട് വരുന്നത്. അത് അവർക്ക് മാത്രമുള്ള കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ലോകമാകെയുള്ള എല്ലാ മനുഷ്യരുടെയും ഇതര മതങ്ങളിൽ വിശ്വസിക്കാൻ ലോകവും ഐക്യരാഷ്ട്രസഭയും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ആൾക്കാർക്കും അവരുടെ ജീവനും ഭീഷണിയായിട്ട് വരികയാണ്. അവിടെ വരുമ്പോഴാണ് ഈ കുഴപ്പം, അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.